നമ്മളിത് രാവിലെ തന്നെ ചെക്കനെ എടുത്ത് നേരെ ഗുണ്ടൽപേട്ടേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പ്. പമ്പ് പോയി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കൊണ്ട് പാർട്ടിക്കാർ വിളിക്കും. നമ്മളിതിനൊന്നും നോക്കിയത് 100 110 അങ്ങ് വെച്ചിടിച്ച് പാർട്ടിക്കാരെടുത്ത് അവിടെ ചെന്ന് അവരൊക്കെ തട്ടി വണ്ടി കയറ്റി. അപ്പോൾ അതാ ചെറിയ പൊടിമഴ. ആ മഴയത്ത് അങ്ങ് വെച്ച് പിടിച്ചില്ലേ വയനാട്ടിൽ ചുരത്തേക്ക്. പിന്നെ ചുരം കാണാനുള്ള ഒരു ഇതിലാണ്ട് വെച്ച് പിടിച്ച് പിന്നെ നോക്കിയോണ്ട് പാട്ടിട്ടപ്പോൾ തന്നെ അതാ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ വണ്ടീനുള്ളിൽ ഫുൾ ഓൺ പവർ. അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തത്തെ വ്യൂവും കൂടി നോക്കി. പിന്നുള്ളിലേക്ക് പുതിയ സ്റ്റെപ്പൊക്കെ പ്ലാനിങ് ചേച്ചിമാർ പുതിയ ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം പുതിയ സ്റ്റെപ്പ് കണ്ടിട്ട് കണ്ടെത്തി. അതിൻ്റെ ചേച്ചി ഒരു പുതിയ പാട്ടിന് പുതിയ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക. ഈ സ്റ്റെപ്പാണ് ഈ പാട്ടിന് നല്ലത്, ഈ സ്റ്റെപ്പ് ഇങ്ങനെ കളി, ഈ മുദ്ര ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പിന്നെയും പുറത്തത്തെ പവറും കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ചില്ല ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അതാ നമ്മൾ വയനാട് ചുരത്തിലെ കോടൊക്കെ ആയിട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ എന്താ ഒരു വൈബ്. ആ കോടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കണ്ട് ചെറിയ മഴയൊക്കെ ആയിട്ട് ആ വളവൊക്കെ ഇങ്ങനെ ചുരം ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കാണാൻ എന്താ ഒരു വൈബ്. ഈ ചന്തം വേറെ ഇവിടെ കിട്ടും വയനാടല്ലാതെ. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്നൊരു ഇരുട്. എന്തേ പറ്റി നോക്കിയപ്പോൾ എന്താ സൂര്യൻ കുറച്ച് നേരത്തിന് നിന്ന് റെസ്റ്റ് എടുത്തതാ. വെയിലിറക്കിൻ്റെ സൂര്യൻ വെളിച്ചം തട്ട സൂര്യൻ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഒന്നാക്കി ഇരുടായി. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ സൂര്യൻ പിന്നെയും വന്ന്. പിന്നെ അവിടുന്ന് അങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ നമ്മൾ വയനാട് ചുരം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോവാ. ആ കയറി ഇങ്ങനെ പോയി പെട്ടെന്ന് അതാ വയനാട് വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കി കൊടുത്തി. ഒരു ദൂരം സഞ്ചരിച്ചില്ലേ. അങ്ങനെ അവിടുന്ന് അത് നമ്മൾ ഫുഡ് കഴിക്കണ സ്ഥലത്തി ഫുഡ് കഴിക്കണ എല്ലാവരും മുകളിലാന്ന് പറഞ്ഞപ്പോൾ ചാടി പാടി കയറി എല്ലാവരും വന്ന് കയറി കയറി ഇങ്ങനെ വരിക. സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വരിക. ഇനി ആദ്യത്തെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു ചർച്ച, എന്തായിരിക്കും ഭക്ഷണം, എങ്ങനെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കണ മാതിരി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ അവിടെ ചെറിയൊരു ഡാൻസ് പരിപാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുക്ക് വന്നിട്ട് തന്നെ ഫുഡ് റെഡി ആയി. പിന്നെ ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്ത് രാവിലത്തെ ഭക്ഷണം എല്ലാവരും എടുത്ത് അങ്ങനെ വരിയായിട്ട് ഓരോരുത്തരായിട്ട് ഇതാ പാത്രമൊക്കെ എടുത്ത് രാവിലത്തെ ഫുഡൊക്കെ എടുത്തത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അന്ന് പിന്നെ കഴിക്കുമ്പോൾ അതിൽ മറ്റേ മസാല ഇട്ടണമല്ലോ, മറ്റേ ഇത് പൊടി നല്ല രസമുണ്ടല്ലോ, അതിലെന്താ കൂട്ട് ചോദിച്ചോക്കണമല്ലോ. അങ്ങനെ ഫുഡിന് കഴിച്ച് കഴിഞ്ഞ് താഴ്ത്തിറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ട് വെച്ചപ്പോൾ ഫുഡ് സെറ്റാണ്, ഒരു രക്ഷയില്ല. നമുക്ക് സന്തോഷമായി ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ അവിടുന്ന് പിന്നെയും വണ്ടിയിലേക്കിട്ട് നേരെ പോണ ഗോപാലസ്വാമി ബെട്ടയിലേക്കാണ്. പിന്നെ പോകുമ്പോഴുള്ള വ്യൂ കാണുന്ന എന്താ രസം. നമ്മൾ പോണേ പിന്നെ മുത്തങ്ങ ഫോറസ്റ്റിനുള്ള കൂടെയാണ്. അതാണ് അതിലുള്ളൊരു പ്രത്യേകത. മോർണിംഗ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകണം. പക്ഷെ ഒറ്റ ഒരു സാഡ്നെസ് ഉള്ളു, വയനാട് ചുരം കയറുമ്പോൾ ഒരു കുരങ്ങനെ പോലും കണ്ടില്ല. പക്ഷെ ആ പരിഹാരം നമുക്ക് എവിടെയെങ്കിലും തീരുമോ എന്നുള്ളതിൽ ഇനി വൈകുന്നേരം ഇറങ്ങുമ്പോഴെങ്കിലും നോക്കാമല്ലോ, കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ കുറേ വണ്ടിക്കാർ എല്ലാവരും പോക്കം കണ്ടിട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നു. ഒരു ദിവസം ലീവ് ഇട്ടിപ്പോൾ എല്ലാവരും കറങ്ങാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ ഓരോ ബാക്കിൽ വെച്ച് പിടിച്ച് നിൽക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഓരോ ബാക്കിൽ പോയിട്ട് എവിടെ കിട്ടണേ ചേട്ടാ എന്താ പൂക്കറി പോണേ അവർ. പിന്നെ നമ്മളതങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പോയോണ്ടിരിക്കുക. പെട്ടെന്ന് അത് സൈഡിലൊരാളിരിക്കുന്നത്, ഞാനിവിടെ ഉണ്ട്, ഞാനെവിടെയും പോയിട്ടില്ലയോ, എന്നെ കാണാത്തവരെ കണ്ടോളിയേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വണ്ടി നിർത്തി കൊടുത്ത് എല്ലാവരും അവരെ നോക്കി കണ്ട് ഇങ്ങനെ നിന്ന് പിന്നെ നമ്മൾ യാത്ര പിന്നെയും തുറന്നതാ പോണ് ഇവിടെ ബന്ദിപ്പൂര്. ഫോറസ്റ്റും കഴിഞ്ഞ് നേരെ പോണത് നമ്മളെ ഗുണ്ടൽപേട്ട്. അതിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല ഓണത്തിന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള പൂക്കൾ കൃഷിക്ക്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഗ്രാമമായുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര തിരിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുക. അത് കാണണം, എന്താല്ലേ ഒരു ഗ്രാമം, ചെറിയ വീടുകളൊക്കെ രണ്ട് സൈഡിലൊക്കെ ചെറിയ വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അവിടെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഇതാ ചെറിയ റോഡ് വന്ന് ആ റോഡിന് അപ്പുറത്തെ റോഡിലേക്ക് അപ്പോഴാണ് മനസ്സിലായി ഇന്ന് ഓഗസ്റ്റ് 15. അങ്ങനെ നമ്മളത് അവിടുത്തെ ഗോപാല സമയത്ത് പാർക്കിംഗ് എത്തി. പാർട്ടിക്കാരോട് എല്ലാവരും പറഞ്ഞു വേഗം ഇറങ്ങിക്കോളി, ഇപ്പോൾ വേഗം ഇവിടുന്ന് വരി നിന്നിട്ട് വേണം പോകാൻ തന്നെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര വേറെയാണല്ലോ. പിന്നെ എല്ലാവരും ഇറക്കി വരിയിരുത്തിയപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ, ഞങ്ങളാണ് ഈ വരി നേരിട്ട്. അതിൻ്റെ ഇടയിലത് നമുക്ക് പോകാനുള്ള വണ്ടിയും വന്നു. ടിക്കറ്റ് എടുത്ത് നേരെ വണ്ടി കയറി എല്ലാവർക്കും സീറ്റും കിട്ടി. അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ വ്യൂ. താഴേക്ക് നോക്കുമ്പോൾ എന്താ രസം കാണാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് പുറത്തേക്ക് കഴിയിട്ട് ശരിക്കും ബസ്സിലിരുന്ന കയ്യും തലയും പുറത്തിടരുതെന്നുള്ളൂ. നമ്മൾ ഫോൺ അങ്ങോട്ട് പുറത്തേക്ക് വെച്ച് എന്നിട്ട് അങ്ങോട്ട് വ്യൂ എടുത്ത് എന്താണ് കോടൊക്കെ ഇട്ട് ചെറു മഴയിലെ കോടയും കൂടി വന്നപ്പോൾ യാത്ര ഇതാണ് കാണണ്ടേ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകണം, നല്ലൊരു വൈബ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങനെ യാത്ര പോകണ്ടൊക്കെ പോയി കോട പിന്നെയും വന്ന്. ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ആരോ കാട്ടിലെന്തോ കത്തിച്ചതാണെന്ന് തോന്നിപ്പോയി. അമ്മാതിരി പുകമാരില്ലേ കോട കിടക്കണേ. അതും കണ്ട വൈബിൽ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ചില്ലായി ഒന്ന് വൈബായി ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ വണ്ടി പിന്നെ ഗോപാലസ്വാമിയിലേക്ക്, അതായത് അവിടുത്തെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പോയോണ്ടിരിക്കുക.
നമ്മളിതാ റോഡിനൊക്കെ പോകുമ്പോൾ എന്താ രസം. ഇടയ്ക്കിടയ്ക്ക് കോട, പിന്നെ കോടല്ലാതെയോ അങ്ങനെ നമ്മൾ ഗോപാലസ്വാമീൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാറ്റെല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഇതെന്താ അത് ഇത്രയും വലിയ കാറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് വന്ന ആൾക്കാർ തിരക്കുണ്ടപ്പോഴേക്ക് ഇത് ഫുള്ള് മലയാളീസാണല്ലോ, എല്ലാവരും ഒരു ദിവസം ലീവ് ഇട്ടിപ്പോൾ കുറ്റം പറിച്ച് എവിടേക്കാണോ എന്നുള്ള ചോദ്യമായിട്ട് നമ്മുടെ പാർട്ടിക്കാരായിട്ട് സെറ്റ്. അപ്പോൾ മഴ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കോട്ടിടുക. അങ്ങനെ എടുത്തും പോയി നോക്കി ഇവിടെ ചെരുപ്പ് ഊരി വെക്കണം തന്നെ. അങ്ങനെ ഒരു ചെരുപ്പെല്ലാം ഊരി വെച്ച് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നിങ്ങനെ പോവുക. അപ്പോൾ എല്ലാവരും കുറച്ചവർ കോട്ടിട്ട് കുറച്ചവർ കോട്ടിടാതെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്ന് ഗോപാലസ്വാമീൻ്റെ കാര്യങ്ങളൊക്കെ വ്യൂ ഒക്കെ കണ്ട് അവിടുത്തെ കോടേൻ്റെ ഇതിലും മഴയും കൊണ്ട് ഇങ്ങനെ ചില്ലായി നടക്കുക. അവിടുത്തെ പുറത്ത് കണ്ടില്ല ചുറ്റുഭാഗം ഒന്നും കാണാൻ വയ്യ, അമ്മാതിരി കോട. അതിൻ്റെ ഇടയിൽ ഇവിടെ ചേച്ചി ഫോട്ടോഷൂട്ട്. ഈ ക്യാമറ റൗണ്ട് തിരിച്ചപ്പോൾ ഇനിയും ചേച്ചി അവിടെ തന്നെ. ഞാൻ ചെയ്തെന്താ ചേച്ചി ഡബിളാണോ? അപ്പോഴല്ല ചേച്ചി അവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടില്ലാന്നേ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ട് സെറ്റാക്കി എടുത്ത് വരുന്നപ്പോൾ നമ്മളെ ടീമെല്ലാവരും ഒരു ഫോട്ടോ എടുക്കണം. വേണ്ട വീഡിയോ എടുത്താൽ മതി. അവർക്കൊരു യോയൊക്കെ അടിക്കണം. അതൊക്കെ അടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി. അപ്പോൾ നമ്മളെ ഡാൻസ് മാസ്റ്റർ വിക്രം ഭായ് ഇതാ പുതിയ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ടല്ലേ. അതാണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം ഭായ്. അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചതാ തിരിച്ച് പിന്നെ അവിടെ നിന്ന് എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്, ഇതാണ് ചിൽ മൂഡ് വൈബോഡ് എന്നൊക്കെ. നമുക്ക് ഇങ്ങനെയൊക്കെയെല്ലാം കിട്ടുമ്പോൾ സന്തോഷമാണ്. ഇവരെ മറുപടി കേൾക്കുമ്പോഴല്ലേ ഹാപ്പിനെസ്. തിരിച്ച് നമ്മൾ വണ്ടി പോകാൻ കയറാൻ നോക്കിയപ്പോഴും ഇത് നമ്മൾ വന്നപ്പോഴതിനെ കാട്ടി ആൾ കൂടുതലാണല്ലോ. ഇതെന്താണ്? അവിടെ നിന്ന് വണ്ടി കയറി നേരെ സൂര്യകാന്തി തോട്ടം. അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ കണ്ട് നോക്കിയപ്പോൾ എന്താ വൈബ്. അപ്പോൾ പിന്നെ ചർച്ചകളായി. നമുക്ക് ഇതേമാതിരി ഒരു പൂന്തോട്ടം നാട്ടിൽ നട്ടാൽ എന്താണ്, സൂര്യകാന്തി കൊണ്ടുപോയി നാട്ടിൽ നട്ടാലോ, അല്ലെങ്കിൽ ഓണത്തിനുള്ള പൂക്കളായിട്ട് നാട്ടിൽ നട്ടാലോ, ഓണം വരില്ലേ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫുള്ള് മലയാളീസ്. മറ്റേത് പഠിച്ചിറങ്ങുമ്പോൾ ഉള്ള കുട്ടികളന്മാരി ഫുള്ള് മലയാളീസ്. എവിടെ പോയാലും മലയാളി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഫുള്ള് മലയാളിയാണ് പവർ എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി തോട്ടം മൊത്തം മലയാളി. പിന്നെ അവിടെ ചർച്ചകൾ എന്ത് ചെയ്യും, എങ്ങനെ സൂര്യകാന്തി കൃഷി തുടങ്ങാം എന്നുള്ളത്. തിരിച്ചവിടെ നിന്ന് എല്ലാവരും കയറ്റി നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. ആ നാട്ടിലേക്ക് വരുന്ന വ്യൂ ആണിത്. അപ്പോഴും അതാ മഴയുണ്ട്, എല്ലാം ഉണ്ട്. ഇതുകൊണ്ട് പിന്നെയും മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ വണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് പിടിച്ച് പോരുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമോ, മുത്തങ്ങ ഫോറസ്റ്റ് അല്ലേ, ആരെങ്കിലുമൊക്കെ കണ്ടാലോ എന്നുള്ളൊരു വ്യൂവിലിങ്ങനെ നോക്കുക പുറത്തേക്ക് എല്ലാവരും. ആരെങ്കിലും കണ്ടാലോ, ആരെങ്കിലും കട്ടിയാലോ, കാടല്ലേ, ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലോ. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം ആക്കിയാൻ വേണ്ടി കയറിയ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ച് നേരെ നാട്ടിലേക്ക്.